ക്രോപ്സ് പരീക്ഷണത്തിന്റെ ഭാഗമായി ബഹിരാകാശത്ത് മുളപ്പിച്ച പയർ തളിരിട്ടു. വിത്തിട്ട് ഒരാഴ്ച പിന്നിടുമ്പോഴാണ് തളിര് വന്നത്. ബഹിരാകാശത്ത് ചെടിയുടെ വളർച്ചയും ഗുരുത്വാകർഷണത്തോടുള്ള പ്രതിപ്രവർത്തനവും പഠിക്കുകയാണ് ലക്ഷ്യം. കെ ബി ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, അങ്ങനെ ബഹിരാകാശത്തും ഇസ്രോയുടെ ഹരിത ശോഭ പ്രതിപ്രവർത്തനം അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട പഠനങ്ങളിലൊക്കെ തന്നെ വലിയ ചുവടുവയ്പ്പിലേക്കാണല്ലോ കെ ബി ശ്രീധരൻ കുതിക്കുന്നത് ഇസ്രോ. തീർച്ചയായിട്ടും ISROയെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് പ്രതീക്ഷ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് PSLV C60 ദൗത്യത്തിന്റെ ഭാഗമായുള്ള പോയം 24 ഇതിന്റെ ഭാഗമായാണ് ക്രോപ്സ് എന്നുള്ള ഒരു പേലോഡ് ബഹിരാകാശത്തേക്ക് എത്തിച്ചത്. ഇതിൽ 8 പയർ വിത്തുകളാണ് ISRO ബഹിരാകാശത്തേക്ക് എത്തിച്ചത്. ഇത് 4 ദിവസം മുൻപ് ഈ പയർ വിത്ത് മുളച്ചിരുന്നു. ഇന്നിപ്പോൾ ഇത് തളിരിട്ടു 2 ഇലകൾ വന്നിരിക്കുന്നു. ബഹിരാകാശത്ത് പ്രതീക്ഷിച്ച പോലത്തെ ഒരു ഹരിത ശോഭ തന്നെ ഉണ്ടായിരിക്കുന്നു. തീർച്ചയായും ഇത് വലിയ നേട്ടം തന്നെയാണ്. മുന്നോട്ട് കൊണ്ടുപോകുന്ന സാധനം കൂടിയാണ്. അന്തരീക്ഷ സ്റ്റേഷനൊക്കെ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനൊക്കെ നിർമ്മിക്കാനുള്ള നടപടികളൊക്കെ മുന്നോട്ട് പോകുന്നു. അതിനിടയിലാണ് ഇത്തരം ഒരു പരീക്ഷണം വിജയം കാണുന്നത്. തീർച്ചയായിട്ടും ചെടിയുടെ വളർച്ച ബഹിരാകാശത്ത് എങ്ങനെയാണ്, അതോടൊപ്പം തന്നെ ഗുരുത്വാകർഷണത്തോടുള്ള പ്രതിപ്രവർത്തനമാണ് തുടങ്ങിയ 2025 തൊടുമ്പോൾ തന്നെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇസ്രോയ്ക്ക് അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണ്. ക്രോപ്സ് പരീക്ഷണത്തിന്റെ ഭാഗമായി ബഹിരാകാശത്ത് മുളപ്പിച്ച പയർ തളിരിട്ടിരിക്കുകയാണ്.